പ്രകാശ് ബാബു താങ്കൾ എഴുതിയ ലേഖനം ഞാൻ വായിച്ചു. അതിന്റെ തലക്കെട്ട് ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്ക് അതീതമാകണം. അത് ഈ ഒരു ആവശ്യം കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ ഈ ഒരു വിഷയം അജിത് കുമാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്ന സമയം മുതൽ CPI അത് സംസ്ഥാന നേതൃത്വമാണെങ്കിലും ശരി, ദേശീയ നേതൃത്വമാണെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അത് പരിഗണിക്കപ്പെടുന്നുണ്ടോ? അത് പരിഗണിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങളുടെ മുന്നണിയിൽ പങ്കെടുത്ത ആളുകൾ അത് ഉന്നയിച്ചത്, പാർട്ടി നേതാക്കൾ ഉന്നയിച്ചിരുന്നല്ലോ. ഇപ്പോഴും ഇത്രയധികം ശക്തമായി ഇത് ആവർത്തിച്ചു പറഞ്ഞിട്ടും എന്തിന് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP RSS നേതാക്കളെ, അത് ഒരു തവണയല്ല 2 തവണ അതൊരു സ്വകാര്യ സന്ദർശനം എന്തിന് നടത്തി എന്നുള്ളതിന് മറുപടി എന്തുകൊണ്ടായിരിക്കും ലഭിക്കാതെ പോകുന്നത് ശ്രീ പ്രകാശ് ബാബു? അത് യഥാർത്ഥത്തിൽ അങ്ങനെ RSS നേതാക്കളെ സന്ദർശിച്ച ADGP തന്നെയാണ് വ്യക്തമാക്കേണ്ടുന്നത്. താൻ എന്തിനാണ് സന്ദർശിച്ചത് എന്നുള്ളത് ഗവൺമെന്റിനോട്, ആഭ്യന്തര വകുപ്പിനോട് പറയാനുള്ള ബാധ്യത ആ ADGPക്ക് തന്നെയാണുള്ളത്. ആ സന്ദർശനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമാണ്. RSS എന്ന സംഘടനയെ ഞങ്ങൾ കാണുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഒരു സംഘടനയായിട്ടാണ് കാണുന്നത്. ആ സംഘടനയുമായി യോജിച്ചു പോകാൻ കഴിയുന്ന പ്രസ്ഥാനമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന ഗവൺമെന്റിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ, ഇന്ത്യയിലെ ഒരു വർഗീയ ഫാസിസ്റ്റ് സംഘടനയുടെ നേതാക്കളെ പോയി കാണുക എന്ന് പറയുന്നത് മുന്നണിയുടെ രാഷ്ട്രീയ നയത്തിന് യോജിച്ചതേയല്ല. അപ്പൊ അങ്ങനെ പോയതിൽ അദ്ദേഹത്തെ നമുക്ക് നിയമപരമായ ADGPക്കുണ്ടെന്ന് ശ്രീ പ്രകാശ് ബാബു, ആ വിശദീകരണം ADGP നൽകിയില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ആ വിശദീകരണം തേടേണ്ടതില്ലേ? ആഭ്യന്തര വകുപ്പ് വിശദീകരണം തേടുക മാത്രമല്ല, അത് അദ്ദേഹത്തെ അതിൽ നിന്ന് ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് മാറ്റി നിർത്തണം. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഒരു രാഷ്ട്രീയ നയമാണ്. ആ രാഷ്ട്രീയ നയം ലംഘിച്ചതിന് വേറെ നടപടിയല്ല, അയാളെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വകുപ്പിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യണം. ഇത്രയൊക്കെ അത് വിവാദമായി, ഇത്രയൊക്കെ ചർച്ചകളായി, ഇനിയും എന്തുകൊണ്ടായിരിക്കും ആ ഒരു ചിന്ത പോലും പോകാത്തത്? ഇങ്ങനെ മാറ്റി നിർത്തേണ്ടതില്ലെങ്കിലും ഒരു വിശദീകരണം തേടി എന്തിനാ സന്ദർശനം നടത്തിയെന്ന ഒരു മറുപടി, തൃപ്തികരമായ പാർട്ടിക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഒക്കെ LDFനും ബോധ്യമാകുന്ന ഒരു മറുപടിയെങ്കിലും വാങ്ങിയെടുക്കേണ്ടതല്ലേ? ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള സന്ദർഭം വന്നപ്പോഴാണല്ലോ ഞാനത് ലേഖനം മുഖേന വീണ്ടും ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അത് എത്ര ദിവസം കഴിഞ്ഞാലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് ഗവൺമെന്റിന് പുറകോട്ട് പോകാൻ പറ്റിയില്ല. ഗവൺമെന്റിനെ നയിക്കുന്ന മുന്നണിയുടെ നയത്തിൽ നിന്ന് അതിലെ ഉദ്യോഗസ്ഥന്മാരും അങ്ങനൊരു മറിച്ചുള്ളൊരു സമീപനം എടുക്കാൻ പാടില്ല. അത് നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. അതുകൊണ്ടാണ് അയാളെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നത്. നീണ്ടുപോകുന്നത് കൊണ്ടാണ് വീണ്ടും ആവശ്യപ്പെടേണ്ടി വന്നത്. പല ഘട്ടത്തിലും മുന്നണിക്ക് മുന്നിൽ ഒരു തിരുത്തൽ ശക്തിയായി CPI നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു സാഹചര്യമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് CPI ആലോചിക്കുന്നത്? അത് LDF അതിന്മേലൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ്. LDF തീരുമാനമെടുത്ത് ഗവൺമെന്റിന് അതിനുള്ള നിർദ്ദേശം കൊടുക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഇല്ല, കഴിഞ്ഞ തവണത്തെ LDF യോഗത്തിൽ ഈ വിഷയം സ്വാഭാവികമായും ചർച്ചയായിട്ടുണ്ടാകുമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടു, പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും നമ്മൾ കണ്ടില്ല, ഒരു വിശദീകരണം തേടുന്നതും നമ്മൾ കണ്ടില്ല. അതെ, അതുകൊണ്ടാണ് LDF അത് നിശ്ചയമായിട്ട് LDFന്റെ നേതൃത്വം ഗവൺമെന്റിന് ഇതിലൊരു നിർദ്ദേശം കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.